ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ച അക്കദമിക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേ കാറ്റഗറിസം 15ാം ക്ലാസ്സിന്റെ പാഠമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും. ക്രിസ്തീയ ജീവിത ദർശനത്തിന്റെ അനന്യത എന്ത്? മിശിഹായ രക്ഷകനും ദൈവവുമായി കണ്ടെത്തുക എന്നത്. ആരാണ് ഏകരക്ഷകൻ? ഈശോ. എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്? കർത്താവായ ഈശോയുമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്ന്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ത്? പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറഞ്ഞതായത് പത്രോസ്. വിശുദ്ധ പത്രോസിനെ പോലെ ഈ സത്യം ഏറ്റുപറയുന്നത് ആരാണ്? ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭവും അടിസ്ഥാനവും എന്താണ്? മാമോദീസ. രക്ഷ പ്രാപിക്കുന്നതിന് എന്ത് അനിവാര്യമാണ്? മാമോദീസ. നമ്മുടെ ജീവിതം രക്ഷയുടെ പാതയിലാകുന്നത് എപ്പോൾ? ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ. ആരെയാണ് ഈശോ സഭയുടെ പരമേൽപ്പിച്ചത്? വിശുദ്ധ പത്രോസ്ലീഹായെ. ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ത്? സ്വർഗം. പ്രേക്ഷിതാഭിമുഖ്യത്തിന്റെ ഭാഗങ്ങൾ എന്താണ്? പ്രാർത്ഥനയും പരിത്യാഗവും ഉഭയപ്രവർത്തനങ്ങളും ജീവിതമാകുകയും. മിശിഹായുടെ പ്രേക്ഷിതരെ എന്ന നിലയിൽ നമ്മുടെ കടമ എന്താണ്? പ്രേക്ഷിത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളെ കഴിവിനൊത്ത് സഹായിക്കുന്നതും. എന്താണ് ക്രിസ്തീയ ജീവിതം? ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തിയും ഈശോയും തമ്മിലുള്ള സ്വകാര്യ ബന്ധം മാത്രമല്ല, അത് ആരാധക സമൂഹം മുഴുവനായിട്ടും ഈശോയോടുമുള്ള കൂട്ടായ്മയുടെ ജീവിതമാണ്. വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന ആരുടെ അപ്പസ്തോലിക ആഹ്വാനത്തിൽ വിശദീകരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഉത്തരം കണ്ടെത്താം. ക്രിസ്തീയ ജീവിതത്തെ അനന്യമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെ? ടെക്സ്റ്റ് പേജ് നമ്പർ 11. ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയെ സംവഹിക്കുന്ന ദർശനം. ഈശോയാണ് വഴിയും സത്യവും ജീവനും. മനുഷ്യർ ദൈവത്തിന്റെ മക്കൾ. സുവിശേഷത്തിലെ മനുഷ്യ പ്രപഞ്ച സാമൂഹിക വീക്ഷണങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്. പാരിസ്ഥിതികത, സാമൂഹിക സമത്വം, വിശ്വമാനവികത, സ്ത്രീ സമത്വം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈശോയുടെ പ്രബോധനങ്ങളിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ക്രിസ്തീയ ജീവിത 2. ക്രിസ്തീയ ജീവിത ദർശനത്തെ എങ്ങനെ കണ്ടെത്താം? ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്തു ഉഴലുന്ന ഒരാളുടെ വഴിയിൽ വെളിച്ചം വന്ന് വീഴുന്നത് പോലെയാണ് ക്രൈസ്തവ ജീവിത ദർശനം. നമ്മെ വിളിച്ച് തന്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായ ജീവിക്കുന്ന ദൈവമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ് വിശ്വാസം ജനിക്കുന്നത്. ഈ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട് പുതിയ കണ്ണുകൾ, പുതിയ ദർശനം എന്നിവ നാം കൈവരിക്കുന്നു. ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത് കർത്താവായ ഈശോയുമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ്. ക്രിസ്തീയ ജീവിതം സ്വന്തമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1. പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഈശോമിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുക. മാമോദിസ വഴി മിശിഹായുടെ മൗതിക ശരീരമാകുന്ന സഭയിൽ അംഗമാവുക. ഈശോയുടെ സുവിശേഷമനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചും ജീവിക്കുക. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. വിശുദ്ധരാവുക. ക്രിസ്തീയ ജീവിതം ഒരു ജീവിതശൈലി എന്ന് പറയാൻ കാരണമെന്ത്? ക്രിസ്തീയ ജീവിതം ഒരു ജീവിതശൈലിയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോയെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയുകയും മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായി തീരുകയും ചെയ്യുന്നു. ഈശോയുടെയും സഭയുടെയും പ്രബോധനങ്ങൾ അനുസരിച്ച് പ്രേക്ഷിതാഭിമുഖ്യമുള്ളവരായി സ്വർഗം പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടെ ഒരു തീർത്ഥാടക സമൂഹമായി ജീവിക്കുന്നു. അതുവഴി തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ ഈശോയെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്ന ശൈലിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗത്തിന്റെ പ്രതീകങ്ങൾ എന്തെല്ലാം? ജീവൻ, പ്രകാശം, സമാധാനം, വിവാഹഘോഷം, പിതാവിന്റെ ഭവനം, സ്വർഗീയ ജെറുസലേം, പർദീസ.
വിശുദ്ധരാകാൻ നാം എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ പോയിന്റ്, ഓരോ വ്യക്തിയും സ്വന്തം രീതിയിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം എവിടെയായിരുന്നാലും ആരായിരുന്നാലും സ്നേഹത്തോടെ ജീവിക്കുക എന്നാണ് പ്രധാനം. വിശുദ്ധി എന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. വിശുദ്ധി എല്ലാവർക്കും പ്രാപ്യമാണ്. അത് നമ്മുടെ ഊർജത്തെയോ സജീവത്വത്തെയോ സന്തോഷത്തെയോ നീക്കിക്കളയുകയില്ല, വളർത്തുകയാണ് ചെയ്യുന്നത്. സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശോ അവതരിപ്പിച്ച ജീവിതശൈലിയാണ് വിശുദ്ധിയുടെ മാർഗം. സ്ഥിരോത്സാഹം, ക്ഷമ, സൗമ്യത എന്നിവ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. വിശുദ്ധിയുടെ ജീവിതം തിന്മയ്ക്കെതിരായ നിരന്തര പോരാട്ടമാണ്. ഈ പടവരുതൽ സുന്ദരമാണ്, കാരണം ദൈവസഹായത്തോടെ നാം നിരന്തരം വിജയിക്കുന്നു. താങ്ക് യു.